ഹലോ ഗൈസ്, ഒരുപാട് നാളായതല്ലേ വീഡിയോ എടുത്തിട്ട്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. കുറേ നാളായി പോയിട്ട്. ഞാൻ ഓണമായിട്ട് പോകണ്ട എന്ന് വിചാരിച്ചതാണ്, വേറൊന്നുമല്ല. ഇപ്രാവശ്യം ഓണം ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ യാദൃശ്ചികമായിട്ട് എനിക്ക് പോകേണ്ടി വന്നതിൽ പോകാൻ വേണ്ടി എങ്ങനെ നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട് നൈറ്റ്. അപ്പോൾ ട്രെയിൻ എനിക്ക് 12:30-ക്കാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി രാവിലെ എത്തത്തുള്ളൂ അവിടെ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടുത്തെ സിറ്റുവേഷൻസ്. ഞാൻ അങ്ങനെ ആരടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാനുള്ളൊരു പോക്കാണ്. എന്നുവെച്ചാൽ വീട്ടുകാർക്ക് അറിയാം, അല്ല വേറെ ആർക്കും അറിയത്തില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ളത്. കാരണം അവരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇക്കൊല്ലം വരുന്നില്ല. വെച്ചാൽ ഈ ഓണത്തിന് വരുന്നില്ല. ഓണം കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് എൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ് ഗൈസ്. ആരംഭിക്കുകയാണ്. അങ്ങനത്തെ ഈ ബാഗ് ഉണ്ടല്ലോ, അതെൻ്റെ അല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ സ്റ്റേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനല്ല, ആൾക്കാരുണ്ട്, വേറെ അങ്ങോട്ടുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. വേറെ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഒരു ട്രെയിൻ പോകുന്നതും മറ്റൊക്കെ ആയിട്ട് നോക്കിയിരിക്കുക. കുഴപ്പമൊന്നുമില്ല, എന്താ പറയാ. പിന്നെ മഴയാണ്. വേറൊരു ട്രെയിൻ വരുന്നുണ്ട്, കണ്ടോ? കാണാമെന്ന് എനിക്കറിയില്ല. ഈ നൈറ്റ് ടൈമിൽ ഇവിടെ വന്നിട്ട് ഇരിക്കാനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇരിക്കാം, കൊതുക് കടിക്കാൻ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. കൂടെ വന്ന് കടിക്കണമെന്ന് എനിക്കെന്നെ ഒരു പിടിയില്ല. അത് കടിക്കുന്നത് പോരാഞ്ഞിട്ട് ഒരുമാതിരി ഈ ചൊറിയും കൂടെയും ചെയ്യുമ്പോഴത്തേക്ക് എന്തോ വല്ലാത്തൊരു ഇറിറ്റേഷൻ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നിടത്ത് കൊതുക്, നാട്ടിലൊരു ബ്ലാക്ക് കളർ കൊതുകുണ്ടാവും. ഇതിനൊരു ചെറിയൊരു കൊതുകാണ്. അത് കടിക്കുമ്പോഴത്തേക്കാണ് ഒരു ചൊറിച്ചിൽ. അതിങ്ങനെ ഒരുപാട് ഉണ്ട് പണ്ടറങ്ങാനായിട്ട്. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് ഇങ്ങനെയും സഹിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് പട്ടികളൊക്കെ അങ്ങോട്ട് ഓടുന്നുണ്ട്. ഇരുന്നിട്ട് 12:20 ട്രെയിൻ വരുന്നത്. 12:12 ട്രെയിൻ വരുന്നത്. ഇപ്പോൾ 11:34. ഇനി അത്രയും നേരം കൂടെ ഈ കൊതുകടി സഹിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കുറേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. ഇതുപോലുള്ള അവിടെ കുറച്ച് തുണി സാധനങ്ങൾ വേസ്റ്റ് ഞാനൊക്കെ കൊണ്ട് അങ്ങനെ അൺക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്.